ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ നല്ലൊരു വെജ് ബിരിയാണിയാണ് കാണിച്ചു തരുന്നത്. നേരത്തെ വെജ് ബിരിയാണിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടെങ്കിലും ഇത് നമ്മൾ സ്പെഷ്യലായിട്ട് ദം ചെയ്താണ് എടുക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇതിനായി നമ്മൾ കുറച്ച് വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ, ക്യാപ്സിക്കം, അതേപോലെ സോയ എടുത്തിട്ടുണ്ട്, കുറച്ച് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയിലയും പുതിനയും എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ടോട്ടൽ ഒരു 7 സവാളയാണ് എടുത്തിരിക്കുന്നത്. അതിലൊരു 3 എണ്ണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ദം ചെയ്യുമ്പോൾ എപ്പോഴും ഫ്രൈഡ് ഓണിയൻ നമുക്ക് വേണം. അപ്പോൾ നന്നായിട്ട് തന്നെ ഒട്ടും കരിയിച്ച് കളയാതെ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്നാക്കി ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഒരു അല്പം പഞ്ചസാര സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഓണിയൻ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. പിന്നെ കാഷ്യൂവും കിസ്മിസും ഉണ്ട്. എന്നാൽ പിന്നെ വെജിറ്റബിളിൻ്റെ മസാല തയ്യാറാക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഓയിലും കുറച്ച് ഗീയുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ചേർത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്ലൈസ് ഓണിയൻ ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് 3-4 പച്ചമുളകും കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന മസാലപ്പൊടികൾ ഇത്രയൊക്കെയാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് പാൻഡൻ ലീഫ് അല്ലെങ്കിൽ രമ്പയില. നല്ല ബിരിയാണിയുടെ ഫ്ലേവറും നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാൻ ഈ ഒരു ഇല നല്ലതാണ്. അത് നന്നായിട്ടൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ മസാലപ്പൊടികളും ചേർത്ത് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം മസാല എല്ലാം നന്നായിട്ടൊന്ന് കുക്കായി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 3 ചെറിയ തക്കാളിയാണ്, അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അധികം പുളിയില്ലാത്ത തൈര് 1/2 കപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ നോക്കിയേ, മസാലയൊക്കെ നല്ല ഭംഗിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അല്പം ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ഓപ്ഷണലാണ്. ഞാൻ കുറച്ച് ടേസ്റ്റിയൊക്കെ കിട്ടാൻ വേണ്ടി, എത്രയാണെങ്കിലും വെജിറ്റബിൾ അല്ലേ, അപ്പോൾ അതിലേക്ക് കുറച്ച് സ്വാദ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്തത്. അതിലേക്ക് മല്ലി പുതിനയും അതേപോലെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിളും ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം 1 ഗ്ലാസ് വെള്ളം, നല്ല ചൂട് വെള്ളവും കൂടി ഒഴിച്ച് അതൊന്ന് കുക്കാക്കി എടുക്കണം. വെജിറ്റബിൾസൊക്കെ ഒന്ന് ഓവർ കുക്ക് ചെയ്യേണ്ട. എൻ്റെ വെജിറ്റബിളൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൈഡ് ഓണിയൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്യൂവും കിസ്മിസും എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റൈസ്, ബോയിൽ ചെയ്ത റൈസ് ഇട്ടിട്ടാണ് ദം ചെയ്തെടുക്കുന്നത്. അതൊന്ന് സ്ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. ഞാൻ ബാസ്മതി റൈസ് നേരത്തെ തന്നെ ഒരു 1/2 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു ചെമ്പിലേക്ക് ആവശ്യത്തിനധികം വെള്ളമൊഴിച്ച് കുറച്ച് ഹോൾ സ്പൈസസും കുറച്ച് ഓണിയനും 2-3 ഇതള് പുതിനയും കുറച്ചും ചെറുനാരങ്ങ നീരും ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന അരിയിട്ട് പാകത്തിന് കുക്കാക്കി വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരു 80% കുക്കാക്കി എടുത്തിട്ടുണ്ട്. ബാക്കി ദമ്മിലിരുന്ന് കുക്കായിക്കോളും. നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വെജിറ്റബിൾസ് ഉണ്ടല്ലോ, ആ മസാലയിലേക്ക് 2 തട്ടുകളായിട്ടാണ് ഞാനിവിടെ ദം ചെയ്യാൻ ഇടുന്നത്. ആദ്യമേ ചോറ് വിതറി ഇട്ട് കൊടുക്കണം. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൈഡ് ഓണിയനും അതുപോലെ മല്ലിയില, പുതിന, കുറച്ച് നെയ്യ് അതൊക്കെ ഇട്ട് 2 ലെയറായിട്ട് നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. എപ്പോഴും ഏത് ബിരിയാണി ആണെങ്കിലും ദമ്മിൽ വെച്ചിട്ട് എടുക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. ഇതേപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. അങ്ങനെ ലാസ്റ്റത്തെ ലെയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും പറയുന്നത് പോലെ പുതുതായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതാ നോക്കി, സെറ്റ് ചെയ്ത് ഒരു 30 മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനൊന്ന് ദമ്മിൽ വെക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി ഒരല്പം ഫുഡ് കളർ, യെല്ലോ കളറാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 30 മിനിറ്റിന് ശേഷം നമ്മളുടെ ദം വെജിറ്റബിൾ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. കാണാൻ എന്ന പോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. മക്കൾക്കൊക്കെ ഇത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെജിറ്റബിൾസിൻ്റെയൊക്കെ ഫുഡൊക്കെ കൊടുക്കണം. എന്നാൽ മാത്രമേ അവർക്ക് ആ ഒരു വെജിറ്റബിൾസ് കഴിക്കാനുള്ള ഒരു ഇഷ്ടമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.